നമസ്കാരം. ലോകരാജ്യങ്ങളിലേറെയും പങ്കെടുക്കുന്നതാണ് ലോകയുദ്ധമെന്ന നിർവചനം കാലഹരണപ്പെട്ടു. ആരെവിടെ യുദ്ധം ചെയ്താലും ബാക്കി എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നതിനാൽ ഏത് യുദ്ധവും ഇനി ലോകയുദ്ധം തന്നെ. അനിവാര്യമായ ആഗോളവൽക്കരണത്തിന്റെ സ്വാഭാവിക ദൂഷ്യവശങ്ങളുടെ പട്ടികയിൽ നാം ചേർക്കാൻ വിട്ടുപോയ കാര്യമാണിത്. പശ്ചിമേഷ്യയിൽ നാം യുദ്ധത്തിലല്ല, പക്ഷേ 25 ലക്ഷം ഇന്ത്യക്കാരെങ്കിലും പുതുതായി ദരിദ്രരാകുമെന്ന റിപ്പോർട്ട് എല്ലാ പഞ്ചായത്തുകളിലും എത്തുന്ന ദീർഘദൂര മിസൈലുകളാണ്. ഇന്ത്യയിലെങ്ങും പാചകവാതകക്ഷാമം യാഥാർത്ഥ്യമാണ്. അടഞ്ഞ ഭക്ഷണശാലകളിൽ പലതും തുറന്നിട്ടില്ല. തൊഴിൽ നഷ്ടപ്പെട്ടവർ തിരിച്ചു കയറിയിട്ടില്ല. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ഒക്കെ വില വർദ്ധിച്ചു തുടങ്ങി. 90 ലക്ഷം ഇന്ത്യക്കാരുള്ള ഗൾഫിലെ തൊഴിൽ നഷ്ടവും വരുമാനത്തിലെ കുറവും ഇന്ത്യയെ, പ്രത്യേകിച്ച് കേരളത്തെ ബാധിക്കും. പറഞ്ഞു വരുന്നതൊന്നും ഇന്റർനാഷണൽ വാർത്തയല്ല, എല്ലാം പ്രാദേശിക വാർത്തകളാണെന്നാണ്. അപ്പോൾ നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനൂഷിന്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നു എന്ന് ആശുപത്രി അധികൃതർ. മരിച്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വനം വകുപ്പ് ജീവനക്കാർ വീടും പരിസരവും വൃത്തിയാക്കി. അതിരപ്പിള്ളിയിൽ കാട്ടാന ഹോട്ടൽ ആക്രമിച്ചു. പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം കാളിയാടൻ ജോൺസന്റെ ഹോട്ടലാണ് കാട്ടാന ആക്രമിച്ചത്. ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്താണ് ആന ഹോട്ടലിന്റെ അകത്തു കയറിയത്. പൊയ്യയിൽ പെട്രോളിൽ വെള്ളം കലർന്നതായി പരാതി. പമ്പ് താൽക്കാലികമായി അടച്ചു. പൊയ്യ അടാക്കിന് സമീപം പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിനെതിരെയാണ് ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനൂഷിന്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നു എന്ന് ആശുപത്രി അധികൃതർ. കുട്ടി മരുന്നുകളോടും നിർദ്ദേശങ്ങളോടും പ്രതികരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മരിച്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം 20ഓളം വനംവകുപ്പ് ജീവനക്കാർ ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കി. ചികിത്സയിൽ കഴിയുന്ന അനൂഷിന്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നുവെന്ന് ആശുപത്രി അധികൃതർ. ഇന്നലെ കുട്ടി കണ്ണു തുറന്നിരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിനിലും വ്യക്തമാക്കിയിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് 10 വയസ്സുകാരൻ. അതേസമയം കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് ഉടൻ മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. കുട്ടി മരുന്നുകളോട് പ്രതികരിച്ച സാഹചര്യത്തിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ആൽജോയുടെയും അനൂഷിന്റെയും വീടിന്റെ പരിസരങ്ങളിൽ ഇന്നലെ വനം വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ വീണ്ടും മറ്റൊരു ശംഖുവരയനെ കൂടി കണ്ടെത്തിയതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ വീടും പരിസരവും പരിശോധിച്ചു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് ഉച്ചകഴിഞ്ഞ് സ്ഥലം സന്ദർശിച്ചു. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം 20ഓളം വനംവകുപ്പ് ജീവനക്കാർ ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കി. പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മണ്ണിളക്കി പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ പാമ്പുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് രാജിന്റെ മേൽനോട്ടത്തിലാണ് വീട്ടുപരിസരം വൃത്തിയാക്കിയത്. മീഡിയ ടൈം, കൊടകര. അതിരപ്പിള്ളിയിൽ കാട്ടാന ഹോട്ടൽ ആക്രമിച്ചു. പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം കാളിയാടൻ ജോൺസന്റെ ഹോട്ടലാണ് കാട്ടാന ആക്രമിച്ചത്. ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്താണ് ആന ഹോട്ടലിന്റെ അകത്തു കയറിയത്. ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ജോൺസണും കുടുംബവും താമസിക്കുന്നത്. വലിയ ശബ്ദം കേട്ട് ജോൺസന്റെ ഭാര്യയും മകളും വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഹോട്ടലിനകത്ത് കാട്ടാന നിൽക്കുന്നതാണ് കണ്ടത്. ഉടനെ ബഹളം വെച്ച് കാട്ടാനയെ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഓടിക്കുകയായിരുന്നു. ജോൺസൺ പെരിങ്ങൽകുത്ത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ ജീവനക്കാരനാണ്. ഭാര്യയും മകളുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. മാള പൊയ്യയിൽ പെട്രോളിൽ വെള്ളം കലർന്നതായി പരാതി. പമ്പ് താൽക്കാലികമായി അടച്ചു. പൊയ്യ അടാക്കിന് സമീപം പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിനെതിരെയാണ് ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. പമ്പിൽ നിന്നും ലഭിച്ച പെട്രോളിൽ വെള്ളം കലർന്നതായാണ് നിരവധി വാഹന ഉടമകൾ ആരോപിക്കുന്നത്. മൊത്തം വെള്ളമാണ്. പെട്രോളിന്റെ അംശം ഭയങ്കര കുറവാണ്. എത്തനോളാണെന്നാണ് ഇവർ പറയണത്. എത്തനോളല്ലത്. ടാങ്ങിന് എന്തോ പ്രശ്നമുണ്ട്. ഒരുപാട് വണ്ടികളായി. ഇത് ഇപ്പൊ ഒരു 4ാമത്തെ വണ്ടിയാണ് ഇപ്പൊ ഞാൻ പണിയാണ് കേട്ടാ. ഫുള്ള് വെള്ളമാണ്. ഇതിനകത്ത് ഈ 3-4 വണ്ടിയുടെ പെട്രോളാണ് ഇത് മൊത്തം. വേണടാ ഇത്രയും വെള്ളം. ഇതിനകത്ത് ഇത്രയും വെള്ളം വരും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടാ. നിസ്സാര പെട്രോൾ ഉള്ളത്. വാഹനയാത്രക്കാർ പമ്പിൽ പെട്രോൾ നിറച്ചതിന് പിന്നാലെ കുറച്ചു ദൂരം മാത്രം പോയപ്പോഴേക്കും വാഹനങ്ങൾ മിസ്സിംഗ് കാണിച്ച് ഓഫാകുന്നതായി പറയുന്നു. ഇതിനെ തുടർന്ന് നിരവധി സ്കൂട്ടറുകളും കാറുകളും വഴിമധ്യേ നിലച്ചിരിക്കുകയാണ്. പ്രശ്നത്തെ തുടർന്ന് വാഹനോടമകൾ സമീപ വർക്ക്ഷോപ്പുകളിൽ നടത്തിയ പരിശോധനയിൽ പെട്രോളിൽ വെള്ളത്തിന്റെ അംശമുള്ളതായി കണ്ടെത്തി. 1 ലിറ്റർ പെട്രോളിൽ ഏകദേശം 100 മില്ലി മാത്രമേ ശുദ്ധ പെട്രോൾ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ആരോപണം. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വാഹനങ്ങൾ നിലച്ചതിനാൽ ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ബന്ധപ്പെട്ട പെട്രോൾ പമ്പ് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്.
ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷമാണ് പ്രശ്നം വ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് വാഹനോടമകൾ പറയുന്നത്. രാവിലെ പെട്രോൾ അടിക്കാൻ വന്നതാണ്. പെട്രോൾ അടിച്ച് പോണ വഴിക്ക് വണ്ടി മിസ്സിങ് കാണിക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറേ പേര് ഇതേപോലെ റോട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോക്കിലിട്ട് പോന്നപ്പോൾ വണ്ടി തട്ടിമുട്ടിയും പോന്നു പമ്പിലെത്തിയപ്പോൾ അത്യാവശ്യം പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ. പിന്നെ പ്രശ്നമായി. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു വർഷാപ്പാര വിളിച്ചുതരാമെന്ന് പറഞ്ഞ് വന്നാൽ ചേട്ടൻ പണി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണിക്കാശൊക്കെ പോയി കിടക്കുകയാണ്. പണിക്കാശൊന്നും കിട്ടുമെന്ന് അറിയില്ല. ഒരുപാട് ദൂരത്തായിരുന്നു പണി. വാഹനത്തിന് പ്രശ്നം വന്നവർ പമ്പുടമയിൽ നിന്ന് നഷ്ടപരിഹാരവും വാഹനങ്ങൾ ശരിയാക്കാനുള്ള ചെലവും നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, മാള. പുതുക്കാട് പാലിയക്കരയിൽ 90 ഗ്രാം MDMA-യുമായി 2 പ്രതികൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശി കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ അഫ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി വേണാട്ട് വീട്ടിൽ ഷൈൻ എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും ആലുവയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് പ്രതികൾ ലഹരിമരുന്ന് കടത്തിയിരുന്നത്. പാലിയക്കര ടോൾ പ്ലാസയിൽ വെച്ച് ബസ്സിറങ്ങിയ പ്രതികളെ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. കുഴൂർ KCB സെക്ഷൻ പരിധിയിൽ നിരന്തരം അനുഭവപ്പെട്ടിരുന്ന വൈദ്യുതി തടസ്സങ്ങൾക്ക് ശാശ്വത പരിഹാരമായി കുറുമശ്ശേരി സബ്സ്റ്റേഷനിൽ നിന്ന് പുതിയ 11 kV ഫീഡർ സ്ഥാപിച്ചു. ഏപ്രിൽ 25 ശനിയാഴ്ച മുതൽ പുതിയ ഫീഡർ വഴി കുഴൂർ സെക്ഷനിലേക്കുള്ള വൈദ്യുതി വിതരണം ആരംഭിക്കും. ഇതോടെ മാള ഫീഡറിൽ തടസ്സമുണ്ടായാലും കുറുമശ്ശേരി ഫീഡർ വഴി വൈദ്യുതി വിതരണം തുടരാനാകും. കുറുമശ്ശേരി സബ്സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2.75 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ 11 kV ലൈൻ സ്ഥാപിച്ചാണ് ഫീഡർ ഒരുക്കിയത്. പദ്ധതിക്കായി 83,32,012 രൂപയുടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും 58,11,807 രൂപ ചെലവിൽ തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് 2023 ജൂലൈ മാസത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് അനുമതി ലഭിച്ചത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കുഴൂർ വൈദ്യുതി സെക്ഷന്റെ പരിധിയിൽ കുഴൂർ ഗ്രാമപഞ്ചായത്തും മാള പഞ്ചായത്തിലെ കുരുവലശ്ശേരി പ്രദേശവും പാറക്കടവ് പഞ്ചായത്തിലെ കൊച്ചുകടവ്, പൂവത്തുശ്ശേരി പ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ഇതുവരെ മാള സബ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഏക 11 kV ഫീഡറിനെ ആശ്രയിച്ചായിരുന്നു വൈദ്യുതി വിതരണം. ഏകദേശം 30 കിലോമീറ്റർ നീളമുള്ള ഈ ഫീഡറിന്റെ ആരംഭ ഭാഗത്ത് എവിടെയെങ്കിലും തകരാറുണ്ടായാലും മുഴുവൻ പ്രദേശത്തും വൈദ്യുതി തടസ്സം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിരന്തരമുണ്ടാകുന്ന വൈദ്യുതി തടസ്സം KCB ജീവനക്കാരുമായി നിരന്തരം പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായാണ് പുതിയ ഫീഡർ നിലവിൽ വന്നിരിക്കുന്നത്. കുഴൂർ സെക്ഷനിലേക്ക് ഇനി 2 ദിശകളിൽ നിന്നായി വൈദ്യുതി ലഭ്യമാകും. അതോടെ മാള ഫീഡറിൽ തടസ്സമുണ്ടായാലും കുറുമശ്ശേരി ഫീഡർ വഴി വൈദ്യുതി വിതരണം തുടരാനാകും. ഇതോടെ പ്രദേശത്തെ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും വലിയ ആശ്വാസമാവുകയും പുതിയ സംവിധാനത്തോടെ കുഴൂർ മേഖലയിൽ വൈദ്യുതി വിതരണം കൂടുതൽ സ്ഥിരതയാർന്നതാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ ടൈം, മാള. പുല്ലൂറ്റ് NSS കരയോഗത്തിന്റെ കുടുംബമേള നടന്നു. പ്രസിഡന്റ് രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ഇതാണ്. നമ്മുടെ കുട്ടികളെ നാം വളരെയധികം ശ്രദ്ധയോടുകൂടി വളർത്തും. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാനുണ്ട്, നമ്മുടെ രാജ്യത്ത് ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ സ്വത്തോ അല്ല, നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ മക്കൾ നമ്മുടെ ഒപ്പം ഉണ്ടാവണമെങ്കിൽ അവർക്ക് വേണ്ട വിദ്യാഭ്യാസത്തിനോടൊപ്പം നാം കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും എല്ലാം ഉണ്ടാകേണ്ട ഔന്നത്യം, അതിനുള്ള ശ്രമം കൂടി നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എന്തായാലും കൂടുതൽ പറയുന്നില്ല. 11 മോഹനാണ്. അപ്പോ എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ന് മറ്റൊരു പരിപാടി ഞാൻ ഏറ്റതാണ്. നവീൻ ഗണേശന്റെ കരയോഗത്തില് ബാലസമാധി ക്യാമ്പ് ആരംഭിക്കും. കരയോഗം പ്രസിഡന്റ് KK മോഹനൻ അധ്യക്ഷത വഹിച്ചു. KK മോഹനൻ സമ്മാനദാനം നിർവഹിച്ചു. T. നിശാന്ത്, താലൂക്ക് യൂണിയൻ സെക്രട്ടറി MC ശ്രീകുമാർ, താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് പുഷ്കല വേണുരാജ്, പുല്ലൂറ്റ് സർവീസ് ബാങ്ക് പ്രസിഡന്റ് മുരളി കുന്നത്ത്, വിജയൻ മേനോൻ, ശ്രീദേവി വിജയകുമാർ, ധനുർവേദൻ മേനോൻ, രമേശ് മേനോൻ, ഓമനക്കുട്ടൻ, കരയോഗം സെക്രട്ടറി K. കാർത്തികേയൻ, കവിത ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനൂഷിന്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നു എന്ന് ആശുപത്രി അധികൃതർ. മരിച്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വനം വകുപ്പ് ജീവനക്കാർ വീടും പരിസരവും വൃത്തിയാക്കി.
അതിരപ്പിള്ളിയിൽ കാട്ടാന ഹോട്ടൽ ആക്രമിച്ചു. പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം കാളിയാടൻ ജോൺസന്റെ ഹോട്ടലാണ് കാട്ടാന ആക്രമിച്ചത്. ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്താണ് ആന ഹോട്ടലിന്റെ അകത്തു കയറിയത്. പൊയ്യയിൽ പെട്രോളിൽ വെള്ളം കലർന്നതായി പരാതി. പമ്പ് താൽക്കാലികമായി അടച്ചു. പൊയ്യ അടാക്കിന് സമീപം പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിനെതിരെയാണ് ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.